അതിജീവിക്കുമോ അണ്ണാ DMK എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ PC സിറിയക്, അവിടെ ദീർഘകാലം പ്രവർത്തിച്ചിട്ടുള്ളൊരു ഉദ്യോഗസ്ഥനാണ് താങ്കൾ. ജയലളിതയുമായി അടുത്ത് ഇടപഴകിയിട്ടുള്ള ഉദ്യോഗസ്ഥനുമാണ് താങ്കൾ. ഈ അധികാര കൈമാറ്റം സുഗമമായി, വലിയ ആഭ്യന്തര കലഹങ്ങളില്ല എന്ന പ്രതീതി പുറമേ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ഉറച്ച പിന്തുണ പ്രധാനമന്ത്രിയുടെ അടക്കമുള്ള സാന്നിധ്യത്തിലൂടെയും സമാശ്വസിപ്പിക്കലിലൂടെയുമൊക്കെ വ്യക്തമാകുന്നുമുണ്ട്. അടിയന്തരമായി അവിടെ പുതിയ പ്രതിസന്ധികളൊന്നും ഉരുത്തിരിയാനുള്ള സാഹചര്യമില്ല എന്നാണോ താങ്കൾ വിലയിരുത്തുന്നത്? അതോ ഇതൊരു ഇടക്കാല ആശ്വാസം മാത്രമാണോ? തീർച്ചയായിട്ടും ഇതൊരു ഇടക്കാല സ്ഥിതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ തന്നെ പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന രീതിയിലായിരുന്നു ഇന്നത്തെ TV കാഴ്ചകൾ. ഇന്നലെ രാത്രി നടന്ന കാര്യങ്ങളും ഒരുപക്ഷെ ശ്രീ വെങ്കയ്യ നായിഡുവിനെ പ്രധാനമന്ത്രി തൻ്റെ പ്രതിനിധിയായി അയച്ച് ജയലളിതയുടെ മരണം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ എല്ലാ കാര്യങ്ങളും സക്സഷൻ, പിന്തുടർച്ചയുടെ കാര്യമെല്ലാം തീർച്ചയാക്കണം, അതിനുവേണ്ടിയാണ് കാര്യം കഴിഞ്ഞ ഉടനെ തന്നെ ഗവർണറെ വിളിച്ച് അർദ്ധരാത്രി കഴിഞ്ഞിട്ടും സത്യപ്രതിജ്ഞ നടത്തിപ്പിച്ചു. ഇന്ന് പ്രധാനമന്ത്രി വന്ന് ശശികലയുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്ന ഒരു ദൃശ്യവും നമ്മൾ കണ്ടു. അപ്പം അദ്ദേഹത്തിൻ്റെ ആശീർവാദത്തോടു കൂടിയാണ് ഇപ്പോഴുള്ള ഭരണം നിലവിൽ വന്നിരിക്കുന്നത്. പക്ഷേ തമിഴ്നാട്ടിലെ സ്ഥിതിയും ആ പാർട്ടിക്കകത്തെ സ്ഥിതിയും ആലോചിച്ച് നോക്കുമ്പോൾ പന്നീർശെൽവത്തിനെ യാതൊരു എതിർപ്പും കൂടാതെ എല്ലാവരും നേതാവായിട്ട് അംഗീകരിക്കും എന്ന് വിശ്വസിക്കാൻ നിവൃത്തിയില്ല. തൽക്കാലം കുഴപ്പമൊന്നും ഇല്ലെങ്കിലും കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും പല മറ്റ് അവകാശങ്ങളും മുന്നോട്ട് വരും. ഉദാഹരണമായിട്ട് ശ്രീ തമ്പിദുരൈ ഡെപ്യൂട്ടി സ്പീക്കർ ലോക്സഭ, അതുപോലെ തന്നെ മന്ത്രിസഭയിൽ തന്നെ MBA പാസ്സായ മന്ത്രി ശ്രീ പാണ്ഡ്യരാജൻ, ഇവരെല്ലാം വിഷയം അറിയാവുന്നവരും അതേസമയത്ത് കുറച്ചൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസും സാമ്പത്തിക മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിലും അനുഭവ സമ്പത്തുള്ളവരുമാണ്. അപ്പോൾ അവരെല്ലാവരും പന്നീർശെൽവം ഇതുവരെ പ്രദർശിപ്പിക്കാത്ത പുതിയ കഴിവുകളുമായി അത്ഭുതകരമായ പ്രവർത്തനം കാഴ്ചവെച്ചില്ലെങ്കിൽ ഇവരെല്ലാം നിശബ്ദരായിരിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ MP രാജേഷ്, തമിഴ്നാട്ടിൽ അതിവിദഗ്ധമായൊരു രാഷ്ട്രീയ എഞ്ചിനീയറിംഗ് കൂടി അണിയറയിൽ നടന്നോ? അതിൻ്റെ ഭാഗമായിട്ടാണോ രാഷ്ട്രീയമായ കാലുഷ്യങ്ങളൊന്നും ഉണ്ടാകാതെ, ആഭ്യന്തര തർക്കങ്ങൾ ഉണ്ടാകാതെ, എന്തിന് DMK പോലും ഒരു രാഷ്ട്രീയ പ്രതികരണം പോലും ഉണ്ടാക്കാതെ, എന്നുവെച്ചാൽ മറുചേരിയിൽ അപസ്വരം ഉണ്ടാക്കുക എന്ന ഈ ഘട്ടത്തിൽ പ്രകടിപ്പിക്കേണ്ട രാഷ്ട്രീയമായ ബുദ്ധി പോലും പ്രയോഗിക്കാതെ, രാഷ്ട്രീയ കൗശലം പോലും പ്രയോഗിക്കാതെ എല്ലാം നിശബ്ദവും ഭംഗിയുമായി നിറവേറ്റപ്പെടുന്നതിന് പിന്നിൽ കേന്ദ്രത്തിൻ്റെ കൈകടത്തൽ ഉണ്ടോ? അങ്ങനെ ഒരു അസംഷൻ ഇപ്പോൾ നടത്തുന്നതിൽ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അത്തരം വിവരങ്ങളൊക്കെ ലഭ്യമാകുമ്പോൾ മാത്രമേ അതിനെക്കുറിച്ച് നമുക്ക് പറയാനാവൂ. എന്തായാലും മുഖ്യമന്ത്രി മരിച്ച സന്ദർഭത്തിൽ അവരെ രാഷ്ട്രീയമായിട്ട് എതിർക്കുന്ന പാർട്ടി, ഇപ്പോൾ DMK ആയാലും മറ്റാരെങ്കിലും ആണെങ്കിലും, എതിർചേരിയിൽ അസംതൃപ്തി ഉണ്ടാക്കാവുന്ന നീക്കങ്ങൾ നടത്തിയില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല. മുഖ്യമന്ത്രി മരിച്ച സന്ദർഭത്തിൽ അവരുടെ മൃതശരീരം അവിടെ കിടക്കുമ്പോൾ സാമാന്യമായി പാലിക്കേണ്ട രാഷ്ട്രീയ മര്യാദ എല്ലാവരും പാലിച്ചു എന്ന് കണക്കാക്കാവുന്നതേ ഉള്ളൂ. അതിനപ്പുറം എന്തെല്ലാം നടന്നിട്ടുണ്ട് എന്ന് ശ്രീ ബി രാജേഷ്, ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ ശ്രീ PC സിറിയക് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ വെങ്കയ്യ നായിഡുവിൻ്റെ സാന്നിധ്യം, ഗവർണറെ വേഗം പ്രശ്നപരിഹാരത്തിനായി അവിടെ തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ് അയച്ച് നൽകിയിരിക്കുന്ന നിർദ്ദേശം, ഇതെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടതാണ്. മാത്രമല്ല, വെങ്കയ്യ നായിഡുവിൻ്റെ ദൗത്യമായി പറയപ്പെടുന്നത് ഈ അധികാര കൈമാറ്റം യാതൊരു അപസ്വരങ്ങളുമില്ലാതെ പൂർത്തീകരിക്കപ്പെടണം എന്നതായിരുന്നു. അതിൻ്റെ ഭാഗമായി എല്ലാം ഭംഗിയോടുകൂടി നിർവഹിക്കപ്പെട്ടു, പൂർത്തീകരിക്കപ്പെട്ടു എന്ന പ്രതീതിയും ഉണ്ടായിട്ടുണ്ട്. അതാണ് സംശയങ്ങൾക്കിട നൽകുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ ഘട്ടത്തിലെ സന്ദർഭത്തിൻ്റെ പ്രത്യേകത വെച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രതിയോഗികൾ മറ്റു നീക്കങ്ങൾ നടത്തില്ല എന്ന് പറയുമ്പോഴും കരുണാനിധിയുടെ പ്രതികരണം വന്നിട്ടുണ്ട്, എഴുതി പുറത്തു വന്ന പ്രതികരണം. അതിൽ ഒരു രാഷ്ട്രീയ തലയെടുപ്പുള്ള നേതാവ് എന്ന വിശേഷണം എവിടെയും കാണാനില്ല. സിനിമയിലെ നല്ല രൂപത്തിൽ നായികയായി വന്ന ഒരാൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള
ഒരു കുറിപ്പ് മാത്രമായിട്ടാണ് അത് ചുരുങ്ങിയത്. അപ്പോൾ നീക്കങ്ങൾ നടക്കുന്നുമുണ്ട്. പക്ഷേ അത് സാധാരണഗതിയിൽ പ്രതീക്ഷിക്കേണ്ട രൂപത്തിലേക്ക് ഇപ്പോൾ വരാതിരിക്കുന്നു. അതിന് പിന്നിൽ എന്തെങ്കിലും കൈകടത്തലുണ്ടോ എന്ന സംശയവും അതുകൊണ്ട് ബലപ്പെടുകയും ചെയ്യുന്നു. ശ്രീ എം പി രാജേഷ്. വേണു, നീക്കങ്ങൾ തീർച്ചയായിട്ടും നടന്നിട്ടുണ്ടാവും. കാരണം വളരെ നിഷ്കളങ്കമാണ് എല്ലാം എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നടന്ന നീക്കങ്ങളുടെ ഊഹാപോഹങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിൽ ഇപ്പോൾ എന്തെങ്കിലും പറയാനാവില്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. നീക്കങ്ങൾ ഇപ്പോൾ ഇന്നലെ രാത്രി മാത്രം നടന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ജയലളിതയുടെ മരണം തന്നെ ഏറെക്കുറെ ഉറപ്പായിട്ട് ദിവസങ്ങളായി യന്ത്രസഹായത്തോടെ ഒക്കെയാണ് ജീവൻ നിലനിർത്തിക്കൊണ്ടിരുന്നത്. ക്ലിനിക്കലി അവരുടെ ഏതാണ്ട് മരണതുല്യമായിട്ടുള്ള അവസ്ഥയെ നേരിട്ടിട്ട് ദിവസങ്ങളായി. അപ്പോൾ ഈ ഇടപെടലുകൾ, വേണമെങ്കിൽ ഉപജാപങ്ങൾ, കൂടിയാലോചനകൾ ഇതെല്ലാം നടത്താൻ ആവശ്യത്തിന് സമയമുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു പിന്തുടർച്ച സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ വ്യക്തതയുണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇന്നലെ രാത്രി ആ പരിണാമത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പിൻഗാമിയെ നിശ്ചയിക്കുന്നതിൽ കാണാൻ കഴിയുന്നത്. നീക്കങ്ങൾ തീർച്ചയായിട്ടും നടന്നിട്ടുണ്ടാവും, ഇനിയും നടക്കും എന്ന കാര്യത്തിലും സംശയം വേണ്ട. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ പ്രചരിക്കുന്ന ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും പറയുന്നത് എത്രത്തോളം ഉചിതമായിരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ എല്ലാവർക്കും താല്പര്യങ്ങളുണ്ട്. BJPക്ക് പ്രത്യേകിച്ച് താല്പര്യമുണ്ട് തമിഴ്നാട്ടിൽ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം BJPക്ക് ഇതുവരെ കർണാടകയിൽ ചുവടുറപ്പിക്കാൻ കഴിഞ്ഞെങ്കിലും ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട് ഏറെക്കുറെ ബാലികേറാമലയായിട്ട് ഇത്തവണ 1-2 സീറ്റ് വിജയിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഒരു വലിയ രാഷ്ട്രീയമായിട്ടുള്ള മുന്നേറ്റമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് തന്നെ അത് BJPയുടെ ലക്ഷ്യമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ലക്ഷ്യം ഇപ്പോൾ കുറച്ചുകൂടി അവർ അതിലേക്കുള്ള നീക്കങ്ങൾ ശക്തിപ്പെടുത്തും എന്ന കാര്യത്തിലും സംശയം വേണ്ട. കാരണം ഇപ്പോൾ ഒരു വാക്വം അവിടെ ഉണ്ടാകുന്നുണ്ട്. ജയലളിതയുടെ മരണത്തെ തുടർന്ന് ഒരു വാക്വം ഉണ്ടാകുന്നുണ്ട്. ആ വാക്വം ഒക്യുപ്പൈ ചെയ്യുന്നതിന് വേണ്ടി, അത് നികത്തുന്നതിന് വേണ്ടി BJP ഉൾപ്പെടെയുള്ള എല്ലാ കക്ഷികളും തീർച്ചയായിട്ടും ശ്രമിക്കും. DMKയ്ക്കും ഇത് പുതിയ ഒരു സാധ്യതകൾ നൽകുന്നുണ്ട്. AIDMKയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി തന്നെയാണ് വരാനിരിക്കുന്നത്. ഇപ്പോൾ കാണുന്നത് പോലെ എല്ലാം ശാന്തമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാൻ കഴിയുകയില്ല. ഇത് പുറമേക്ക് കാണുന്ന ഒരു ശാന്തതയാണ്. കാരണം എല്ലാ കാലത്തും പിന്തുടർച്ച ഇതുപോലുള്ള പാർട്ടികളിൽ, ഏതെങ്കിലും ഒരു AIDMKയുടെ മാത്രം കാര്യമല്ല പറയുന്നത്, ഇതുപോലുള്ള പാർട്ടികളിലെല്ലാം പിന്തുടർച്ച ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് വന്നിട്ടുണ്ട്. ജനാധിപത്യപരമായിട്ട് അല്ലാതെ പ്രവർത്തിക്കുന്ന ഇങ്ങനെ ഒരു നേതാവിനെയും ആ നേതാവിനെ ചുറ്റിപ്പറ്റിയും ഒക്കെ പ്രവർത്തിക്കുന്ന പാർട്ടികളിലെല്ലാം ഈ പ്രശ്നം വന്നിട്ടുണ്ട്. AIDMKയിൽ തന്നെ MGRന്റെ മരണശേഷം സമാനമായിട്ടുള്ള ഒരു പിന്തുടർച്ചാവകാശ തർക്കം തന്നെ ഉണ്ടാവുകയുണ്ടായി. ആ തർക്കത്തിനൊടുവിലാണ് ജയലളിത വിജയശ്രീലാളിതയാവുന്നത്. ഇപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ കരുത്തരായ 1-2 നേതാക്കളല്ല, അനേകം നേതാക്കൾ തമ്മിലുള്ള ഒരു മത്സരത്തിനും സംഘർഷത്തിനും ഒക്കെയുള്ള സാധ്യതയാണ്. അത്രത്തോളം സ്വാധീനമില്ലാത്ത എന്നാൽ അനേകം നേതാക്കളുണ്ട്. ഇവരെല്ലാം തമ്മിലുള്ള ഒരു ചേരിതിരിവിനൊക്കെയുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ആ പാർട്ടിയുടെ ഘടന എന്ന് പറയുന്നത് ആ തരത്തിലുള്ളതാണ്. അപ്പോൾ അതെല്ലാം വരും ദിവസങ്ങളിലാണ് കൂടുതൽ വ്യക്തമായിട്ട് പുറത്തു വരിക. ശരി, ശ്രീ MS കുമാർ, ജയലളിതയുടെ അഭാവം എന്നത് ഒരു രാഷ്ട്രീയ സാധ്യത കൂടിയാണ് എല്ലാ പാർട്ടികൾക്കും. BJPയെ സംബന്ധിച്ച് ദീർഘകാലമായുള്ളൊരു പ്രതിസന്ധിയുണ്ട്, അവിടെ ചുവടുറപ്പിക്കാൻ കഴിയുന്നില്ല എന്നത്. ഇപ്പോൾ പൊൻ രാധാകൃഷ്ണൻ്റെ വിജയം വലിയൊരു നേട്ടമായി തന്നെ നിങ്ങൾ ആഘോഷിച്ചതിൻ്റെ ഒരു കാരണവും ഒരു ദിശാമാറ്റത്തിൻ്റെ സാധ്യതയായി നിങ്ങളതിനെ കണ്ടു തുടങ്ങിയതുകൊണ്ടുമാണ്. അങ്ങനെ വരുമ്പോൾ ഈ ജയലളിതയ്ക്ക് ശേഷം ഉള്ള തമിഴക രാഷ്ട്രീയത്തിൽ ദേശീയ പാർട്ടികൾക്ക് ചുവടുറപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം ഉരുത്തിരിയുന്നു എന്ന വിലയിരുത്തൽ നിങ്ങൾക്കുണ്ടോ? അല്ല, BJP തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ചുവടുറപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഞാൻ അംഗീകരിക്കുന്നു. അതൊരു അപരാധമൊന്നുമല്ലല്ലോ. അതിപ്പോൾ ജയലളിത ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. തമിഴ്നാട്ടിലെന്നല്ല എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ത്യ ഒട്ടാകെ വേരുറപ്പിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹവും. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. പക്ഷേ നമ്മൾ തമിഴ്നാട് രാഷ്ട്രീയത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഇപ്പോൾ നാളെ അങ്ങോട്ട് ദേശീയ രാഷ്ട്രീയം വന്ന് കടന്നു കയറും ഈ ഗ്യാപ്പിലെന്നൊക്കെ പറയുന്നത് വെറും തെറ്റായ ഒരു സങ്കല്പമാണ്. 1967 ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുന്നത്. പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിൻ്റെ അധികാര കുത്തക തകർന്ന് പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തിലെത്തിയ കാലമാണ് 67 ബീഹാർ, മധ്യപ്രദേശ്, പശ്ചിമ ബംഗാൾ, കേരളം, എല്ലാ സംസ്ഥാനങ്ങളിലും അധികാരമാറ്റം ഉണ്ടായി. ചില പ്രാദേശിക കക്ഷികളൊക്കെ അധികാരത്തിൽ വന്നു, തമിഴ്നാട്ടിലും വന്നു. പക്ഷേ തമിഴ്നാട്ടിൽ മാത്രമാണ് തിരിച്ചു വീണ്ടും കോൺഗ്രസ് അധികാരത്തിൽ വരാൻ കഴിയാതെ പോയൊരു സംസ്ഥാനം. ഞാൻ പറഞ്ഞത് അത്രമാത്രം ഈ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ വേരുകൾ ആഴത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു സംസ്ഥാനം, അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. അവിടെ പല കാരണങ്ങളുണ്ട്. ഇപ്പം ആൻറ്റി ഹിന്ദി അജിറ്റേഷൻ, ഭാഷയും
ജാതിയുമാണ് എക്കാലത്തും തമിഴ്നാട് കൈകാര്യം ചെയ്തിട്ടുള്ള വളരെ വിദഗ്ധമായി കൈകാര്യം ചെയ്തിട്ടുള്ള രണ്ട് വിഷയങ്ങൾ. DMK-യുടെ ആയാലും MNDMK-യുടെ ആയാലും അതിനു മുമ്പ് ദ്രാവിഡ കഴകത്തിൻ്റെ ആയാലും അതിനു മുമ്പ് അവരുടെ ജസ്റ്റിസ് പാർട്ടി ആയാലും അവരെല്ലാം കൈകാര്യം ചെയ്തിരുന്ന ഒരു അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഇതാണ്, ആ തമിഴ് വികാരമാണ്. അതിപ്പോൾ ജയലളിതയുടെ അഭാവത്തിൽ പെട്ടെന്ന് കയറി അങ്ങ് ഒരു ദേശീയ പ്രസ്ഥാനത്തിന് കൈകാര്യം ചെയ്യാൻ പറ്റും, അങ്ങനെ അങ്ങ് വളരെ അരക്ഷിതമാണ് അവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷം ഞാൻ കരുതുന്നില്ല. പക്ഷേ ഈ അഭാവം അത് ഇപ്പോൾ പ്രധാനമന്ത്രി വന്നു, വെങ്കയ്യ നായിഡു വന്നു, അതൊക്കെ ഒരു BJP-യുടെ ഒരു കടന്നുകയറ്റത്തിൻ്റെ സൂചനയായിട്ട് വേണം സംസാരിച്ചപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. അതിലെന്താ തമിഴ്നാട് പോലൊരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ MG രാമേന്ദ്രൻ മരിച്ചപ്പോണ്ടായ അനുഭവമുണ്ട്. അത് ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ കേന്ദ്ര സർക്കാർ എടുത്തിട്ടുണ്ടാവാം. ഇവരുടെ ശുപാർശ പ്രകാരം തന്നെ ഗവർണർ നേരത്തെ അയച്ചത് അവിടെയാണ്. ജയലളിത മരണം പ്രഖ്യാപിച്ചത് ഇന്നലെ രാത്രി 11:30-ആണെങ്കിലും ആ ദുഃഖകരമായ അന്തരീക്ഷം നേരത്തെ തന്നെ ഉണ്ടായിരുന്നല്ലോ. അതിനെ എങ്ങനെ തരണം ചെയ്യാം? തമിഴ്നാട്ടിൻ്റെ സാധാരണ ജനജീവിതത്തെ താറുമാറാക്കാതെ അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ സംഭവിച്ചിട്ടുള്ളത് ആവർത്തിക്കാതെ നോക്കാനുള്ള മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടാവും. അതിന് നേതൃത്വം നൽകാൻ വേണ്ടി ഗവർണർ നേരത്തെ വരുത്തി, വെങ്കയ്യ നായിഡുവിനെ നേരത്തെ അയച്ചു. അത്തരം കാര്യങ്ങൾ ഭരണപരമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അത് രാഷ്ട്രീയ മുതലെടുപ്പിനൊന്നുമല്ല. രാഷ്ട്രീയമായ ഏതെങ്കിലും ഈ പഴുതിൽ കൂടി കയറാനുള്ള ഒരു വക്രബുദ്ധിയൊന്നും BJP ആലോചിക്കുന്ന പോലുമില്ല. അല്ലാതെ തന്നെ BJP പോലുള്ള ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് തമിഴ്നാട്ടിൽ നല്ല ഒരു സ്വാധീനം ചെലുത്താൻ കഴിയും ഇനിയുള്ള നാളുകളിൽ നിന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ശരി, ശ്രീ NK പ്രേമേന്ദ്രൻ MP ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കുചേരുന്നു. RSP നേതാവ് ശ്രീ NK പ്രേമേന്ദ്രൻ, നരേന്ദ്രമോദിയുമായി നല്ല ബന്ധം ജയലളിതയ്ക്ക്, തിരിച്ചും നല്ല ബന്ധം. ഇപ്പോൾ ജയലളിത